കോർപ്പറേഷന്റെ അതിബുദ്ധിയിൽ എഞ്ചിനീയറിംഗ് മികവ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യാപാര സമുച്ചയത്തിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കുറേയേറെ ചാനലുകളിലൂടെയും കുറേയേറെ മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ ഇവരുടെ പ്രശ്നങ്ങൾ പല കുറി അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇവർ എന്താണ് പറയുന്നത്, ഇവരൊക്കെ ഹാപ്പി ആണോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇവിടെ നല്ല രസകരമായിട്ടാണ് കേട്ടോ ഇവിടെ നിർമ്മാണമൊക്കെ ചെലവഴിച്ചിരിക്കുന്നത്. കാരണം ലോകോത്തരമായി പ്രശസ്തയായ ഒരു മേയറാണ് നമ്മുടെ കോർപ്പറേഷൻ ഭരിക്കുന്നത്. വലിയ അവാർഡൊക്കെ വാങ്ങിയ ഒരു മേയറാണ് നമ്മുടെ കോർപ്പറേഷൻ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മേയർ ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ ഇതിൽ കൂടുതൽ സൗകര്യങ്ങൾ അവർക്ക് നൽകാൻ സാധിക്കില്ലല്ലോ. എന്താണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് എന്ന് നമുക്ക് കേട്ടിട്ട് വരാം. അപ്പോൾ പൊതുവെ കച്ചവടങ്ങളില്ലാത്ത കാരണം ഇവിടെ മെയിനായിട്ട് ടൂറിസ്റ്റുകൾ കയറ്റുന്നില്ല. പണ്ടൊക്കെ നമുക്ക് ഈ കടകൾ വരുമ്പോൾ മകത്താനുള്ളത് ഇവിടുത്തെ ഈ പഴയ വാഹനങ്ങളൊക്കെ മാറ്റിയിട്ട് ടൂറിസ്റ്റ് കയറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഈ 3000 രൂപ 4000 രൂപ വാടക കുറച്ചു. 3000 രൂപ വാടക, 1000 രൂപ മറ്റേ കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും ടാക്സിൻ്റെ ഒക്കെ. ഇപ്പോൾ ഡെയിലി 50 രൂപ 50, 100, 200 രൂപയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ ഞങ്ങൾക്ക് കച്ചവടം നടക്കണമെങ്കിൽ ടൂറിസ്റ്റുകൾ കയറ്റണം. ടൂറിസ്റ്റുകൾ ഇല്ലാതെ ഇവിടെ ഒരു കച്ചവടം എല്ലാം ഓരോരുത്തരും അടച്ചുപൂട്ടാൻ തുടങ്ങി. ഇപ്പോൾ ഉള്ള ആപ്പടം 3-4 വരെ ഉള്ളൂ. എനിക്കാണെങ്കിൽ വാട്ടർ ബില്ല് 12,000 ഒന്ന് കിടക്കുന്നു. അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. കോടികൾ ചെലവഴിച്ചാണ് നിങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടി ഇത്തരം സംവിധാനങ്ങളൊക്കെ സർക്കാർ ഒരുക്കിയത് അല്ലേ? കോർപ്പറേഷന്റെ കീഴിലാണ് ഈ ഒരു സംരംഭം വന്നത്. പക്ഷെ അത് എങ്ങും എത്തിയില്ല എന്നാണ് മുരുകൻ ചേട്ടൻ പറയുന്നത്. ഒരു പ്രയോജനമില്ല. കോടികൾ ഉണ്ടാക്കിയിട്ട് ഒരു പ്രയോജനമില്ല. അവർ ഇങ്ങനെ കാശ് ചിലവാക്കിയിട്ട് ഒരു ഉപയോഗം ഇല്ലാത്തൊരു കാര്യം. നിങ്ങൾക്ക് ഇപ്പം കാണാൻ ഇവിടെ എന്താണ് ഏതാണ് തിരക്കുമില്ല, ഒന്നുമില്ല. ആദ്യം തട്ടുകട വെച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു. അന്ന് ഈ ഫ്ലാറ്റുകളൊന്നുമില്ല. വരുന്ന വണ്ടികളൊക്കെ വലിയ ടൂറിസ്റ്റുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. നല്ല സൗകര്യം, നല്ല അന്നത്തെ കച്ചവടക്കാർക്ക് നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എപ്പോഴെങ്കിലും കോർപ്പറേഷൻ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തിയോ? പല ആവർത്തിയായി ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ചേട്ടന് തോന്നുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ വീണ്ടും വന്ന് ഇതൊക്കെ ചെയ്തു തരാമെന്ന് വാഗ്ദാനങ്ങൾ തരുമെന്ന്? അതൊന്നും പറയാൻ പറ്റൂല. ഒരു കാര്യങ്ങളും ഇപ്പം പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. പ്രതീക്ഷിക്കാം. നമുക്ക് ഇവിടെ കയറി ടൂറിസ്റ്റുകൾ കയറാനുള്ള പ്ലാൻ. ഞങ്ങൾക്ക് വരുമാനമുണ്ട്. പണ്ട് ഈ ഫ്ലാറ്റുകൾ വരുന്നതിനും ഈ ബിൽഡിംഗ് വരുന്നതിന് മുമ്പ് നല്ല വരുമാനമുള്ള ഏരിയയായിരുന്നു. ഇപ്പോൾ വരുന്ന ടൂറിസ്റ്റുകൾ പോലും പട്ടിയെ പോകുന്ന ഓടിക്കുകയാണ്. മാഡം, നിങ്ങൾ കാണുന്ന ഈ ടൂറിസ്റ്റ് ഈ മഴക്കാലത്ത് വരുന്ന കൊച്ചു കുട്ടികൾ ഈ റോഡൊക്കെ ക്രോസ് ചെയ്ത് കാരണം പോകുന്നത് നിങ്ങൾ ക്യാമറയിൽ എടുത്ത് കാണിച്ചു കൊടുക്കണം. എങ്കിലേ അവർ ഇതിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. മേൽവിദ്യാസർക്ക് ഇതൊന്നും അറിയാൻ പറ്റും. നമ്മളിത് ബുദ്ധിമുട്ടുകളുണ്ട്. ടൂറിസ്റ്റുകളുണ്ട്. ഇത് തിരക്കുക വണ്ടി സ്ഥിരമായിട്ട് വന്ന ടൂറിസ്റ്റ് ബസ്സുകൾ ഇപ്പോൾ അവരൊക്കെ ഓട്ടിക്കുകയാണ് ഇവിടെ. ഇതിപ്പം പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു സേഫ്റ്റി ഇല്ല ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. തിരുവനന്തപുരം മൃഗശാലനെ കാണാൻ വന്ന് ഇഷ്ടംപോലെ പുറത്തു നിന്ന് വരെ ആൾക്കാർ വന്നുണ്ട്. അവർക്ക് വണ്ടി വാഹനങ്ങൾ സുപ്രഭാതത്തിലൂടെ പാർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ചെയ്യാൻ അനുവദിക്കുന്നില്ല ഇവിടെ. നടു റോഡിൽ തന്നെ നമ്മളെ ഈ മ്യൂസിയം സ്റ്റേഷൻ്റെ നടു റോഡിലാണ് നോ പാർക്കിംഗ് ബോർഡ് ഓടിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന വണ്ടികളൊക്കെ അങ്ങ് ഓടിച്ചുകൂടെ അങ്ങ് പോവുകയാണ്. സൗകര്യമുണ്ട്, കാണുന്നില്ല. പിന്നെ എന്തിനാണ് കോർപ്പറേഷൻ അധികാരികൾ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ചെയ്തത് എന്നുള്ള ചോദ്യമാണ്. കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പെന്തോ ആണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയതെന്നാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഇപ്പോഴും അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഇതുപോലെയുള്ള കുറേ ചെറുകിട കച്ചവടക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ആദ്യം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യം കാണേണ്ടത് മൂക്കിന് തൊട്ട് താഴെയുള്ള ഇവരെയൊക്കെയാണ്. ഇവരെ എന്തൊക്കെയാണ് ഇത്തവണ ഇവർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം.